രേണു യെസ് ഒരു സംഭവം കേൾപ്പിച്ചത്. സ്ത്രീകളെ പൂച്ചകളോടാണ് ഞാൻ എപ്പോഴും ഉപമിക്കാറ്. കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും? പൂച്ചയുടെ പ്രത്യേകത എന്താ? പൂച്ച ഇപ്പൊ തൊട്ടപ്പുറത്ത് വന്നിട്ട് നമ്മൾ തഴുകി തലോടി കഴിഞ്ഞാൽ അത് എന്റെ അടുത്തിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ റോഹന്റെ അടുത്ത് പോയി റോഹൻ ഒരു പാത്രത്തിൽ കുറച്ച് പാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൂച്ച അങ്ങോട്ട് വരും. സ്ത്രീക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൺസിസ്റ്റൻസി ഒന്നുമില്ല. ആരാണോ തഴുകണേ അവരുടെ അടുത്തേക്ക് സ്ത്രീ പോവും. സ്ത്രീക്ക് ആത്മാർത്ഥതയും വിശ്വസ്തതയും പുരുഷനേക്കാൾ ഒരു പൊടി കുറവാണ്. ആരാണോ തഴുകുന്നത്, ആരാണോ പാമ്പർ ചെയ്യുന്നത്, ആരാണോ ഒലിപ്പിക്കുന്നത് അവരുടെ അടുത്തേക്ക് സ്ത്രീ പോവും. ഇതാണ് സ്ത്രീയുടെ സ്വഭാവം. അങ്ങനെ ഒരു പൂച്ചയെ പോലെ ഇങ്ങനെ തഴുകി 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 ഒരാള് തഴുകും. അപ്പൊ തൊട്ടടുത്ത് ആരെങ്കിലും പാൽപാത്രം കാണിച്ചു വെച്ചാൽ അങ്ങോട്ട് പോകും. അപ്പുറത്തെ ഒരു മത്തി മീൻ കാണിച്ചാൽ അവിടെ പോകും. നല്ലത് കണ്ടാ നമ്മള് നല്ലതിന്റെ അടുത്ത് തന്നെ അല്ലേ പോവാ, അല്ലാതെ അപ്പൊ ഓക്കെയാണ്. അതായത് ഇവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഒന്നിൽ ഉറച്ചു നിക്കില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. ഇപ്പൊ നമ്മൾ എത്ര മരണങ്ങൾ കാണുന്നുണ്ട്. ഒരാളടുത്ത് നമുക്ക് മോശമായ ഇത് കിട്ടുന്നു, ഒരാള് നമ്മളെ നിരന്തരം ഉപദ്രവിക്കുന്ന വിചാരിക്ക. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ നിക്കേണ്ട ആവശ്യമില്ലല്ലോ, മാറില്ലേ? രേണു, ഒരു വർഷത്തില് ഒരു 1000 കല്യാണങ്ങൾ കഴിയുന്നുണ്ടാവും. അതിലൊരു 10 പേര് ഇങ്ങനെ മരിക്കുന്നു എന്ന് കരുതി ഈ കല്യാണം കഴിച്ച 10 പേര് ഇങ്ങനെ ചെയ്യുന്നെന്ന് കരുതി എല്ലാ സ്ത്രീകളും ഇങ്ങനെ പറയാൻ പറ്റുമോ? ചേട്ടന് പറയാൻ പറ്റുമോ എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ്? എനിക്കറിയില്ല, എനിക്ക് സ്ത്രീയുടെ മനഃശാസ്ത്രം അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഇവർക്ക് സ്ത്രീയുടെ മനഃശാസ്ത്രം അറിയുന്നതാണ്. ഒരു സ്ത്രീയാണെന്ന് വെച്ച് എല്ലാ സ്ത്രീകളെയാണ് ഒരു സ്ത്രീയാണെന്ന് വെച്ച് എല്ലാ സ്ത്രീകളെയും അളക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഒരിക്കലും യോജിക്കില്ല. അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടാകും, ഒന്ന് വിട്ട് അടുത്തയിലേക്ക് പോകുന്ന. പിന്നെ ചിലത് സിറ്റുവേഷൻ ആത്മാർത്ഥത കുറവാ, ബന്ധങ്ങളിൽ ആത്മാർത്ഥത കുറവാന്ന് പറയുന്ന ഇത് അവരെ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം കിട്ടാത്തടത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിൽക്കുന്നവരാണ് ഈ പറഞ്ഞ പോലെ ആത്മഹത്യയിലൊക്കെ പോകുന്നത്. അപ്പൊ നമുക്ക് പറ്റാത്ത ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി പോവാ. അല്ലാത്ത പക്ഷെ ഇവര് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല. ഇവര് കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള സ്ത്രീകളെ, അത്തരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടാവും. പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ല. ഇപ്പൊ കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് ഭർത്താവിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ എത്ര വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. എത്ര സ്ത്രീകളെ ഭർത്താക്കന്മാര് കൊല്ലുന്നുണ്ട്. അതായത് ഒരു സ്ത്രീക്ക് എന്താ നേരത്തെ നീ പറഞ്ഞ പോലെ കിട്ടേണ്ടത് അല്ലെ, അവൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം കിട്ടാത്തതുകൊണ്ട് ഉണ്ടാവുന്ന ഡിപ്രഷൻ, ആ രീതിയിലാണ് കാണിക്കുന്നത്, കൊലപാതകത്തിലേക്കൊക്കെ എത്തുന്നു. അപ്പൊ ഈ പറയുന്ന കാര്യം കറക്റ്റ് അല്ലേ? ഇപ്പം ഒരാള് തഴുകി ഒരു പൂച്ചയെ കുഞ്ഞി തഴുകുന്നു, അത് അവിടെ നമ്മൾ കരുതും ആത്മാർത്ഥമായിട്ട് ആ പൂച്ച നമ്മളോട് സ്നേഹം കാണിക്കുകയാണ്. അപ്പൊ അപ്പുറത്തൊരു പാൽപാത്രം കാണുന്നു, അവിടെ വിളിച്ച് ആ പാൽപാത്രം കൊടുക്കുന്നു. പൂച്ച എങ്ങനെ ആവാം? അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ടാവും. ഞാൻ അവര് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും അവര് പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. അതായത് കുറച്ച് യോജിക്കാൻ കാരണം അത്തരത്തിലുള്ള സ്ത്രീകളും ഉണ്ടാവാം, പുരുഷന്മാരും ഉണ്ടാവാം. പുരുഷന്മാരും ഒന്ന് കെട്ടിയതിനെ മാത്രം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആളൊന്നല്ലല്ലോ. അല്ലാതെ ഒരു പ്രണയത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന പുരുഷന്മാരും അല്ലല്ലോ. എത്ര പുരുഷന്മാര് പെണ്ണുങ്ങളെ ഓരോന്ന് ചെയ്ത് റേപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗർഭിണിയാക്കുന്നു, എന്നിട്ട് ഇട്ടിട്ട് പോകുന്നില്ലേ? ഇല്ലേ? എനിക്കറിയില്ല ഇപ്പൊ പുരുഷന്മാരെ പൂച്ചയാണോ പിന്നെ സ്ത്രീകളെ കാര്യം മാത്രം ചേട്ടൻ അറിയാം. അല്ല, പുരുഷന്മാരുടെ കാര്യം പറയുമ്പോ ചേട്ടൻ അറിയില്ല, പിന്നെ സ്ത്രീകളുടെ കാര്യം എങ്ങനെ ഈ സ്ത്രീ പറഞ്ഞോണ്ട് അറിയുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. അവര് പറഞ്ഞതിൽ വാസ്തവമുണ്ടോ? അവര് പറഞ്ഞതിൽ വാസ്തവം ഇല്ല. അവര് മുമ്പ് പല കാര്യങ്ങളിലും പറഞ്ഞിട്ട് ഈ 40 കഴിഞ്ഞ സ്ത്രീകളെ പ്രണയിക്കാൻ, അല്ലെങ്കിൽ അവര് ഈ പ്രണയബന്ധത്തിലേക്ക് അവരെന്തേലും വെച്ചിട്ട് എന്തോരം ആളുകള്, ശാസ്ത്രജ്ഞര് അല്ലെങ്കിൽ എഴുത്തുകാര്, വലിയ വലിയ ആളുകളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാം നടക്കണമെന്നുണ്ടോ? അവരുടെ എന്താ പറയാ തോട്ട്സ് പുറം ലോകത്തോട് പറയുന്നു. എനിക്കും വേണമെങ്കിൽ ഞാൻ ഊഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ചിന്തകള് എനിക്ക് ആളുകൾക്ക് കൊടുക്കാം. അത് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് അത് പുറത്തുള്ളവരുടെ ഇഷ്ടം. ഇതിപ്പോ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണല്ലോ. അതെ, അതാണ്. അപ്പൊ രേണുവിനെ സംബന്ധിച്ച് രേണു ഒരു സ്ത്രീയെ ഏത് ജീവിയോട് ഉപമിക്കും? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ജീവികളോടൊന്നും ഉപമിക്കുന്നില്ല. ചുമ്മാ പറയേ, അങ്ങനെ ഉപമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടേതായ വ്യക്തിത്വം ഉണ്ടാവും. എല്ലാവരും ഡിഫറെന്റ് ആയിട്ടാണ് ദൈവം ജനിപ്പിക്കുന്നത്. കാരണം എന്റെ സ്വഭാവം ആയിരിക്കില്ല മറ്റൊരു സ്ത്രീക്കുള്ളത്. ഓരോ സ്ത്രീന്റെയും ഓരോ പുരുഷന്റെയും സ്വഭാവം വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് അവരുടെ വ്യക്തിത്വം പോലെ ഇരിക്കും അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അതൊരിക്കലും വേറൊരു സ്ത്രീക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള അവര് കണ്ടിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കും. മേ ബി ഞാൻ അവരെ കുറ്റം പറയല്ല. അവരിപ്പോ നമ്മൾ വളരുന്നത് എങ്ങനെയാണ്, നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ വല്യമ്മ, അമ്മമ്മ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ണിൽ കാണുന്ന സ്ത്രീകളുടെ ജീവിതമാണ് നമുക്ക് അത് മാത്രമാണ് സ്ത്രീകളുടെ ജീവിതം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും. ഇവർ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ നല്ലതുകൊണ്ട് ചീത്തതുണ്ട്. പക്ഷെ ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് വിയോജിപ്പൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ പുരുഷന്മാര് പോകുന്നില്ലേ? 2, 3, 4 കെട്ടുന്നവരില്ലേ?
ഒരു ഭാര്യ ഇരിക്കുമ്പോ തന്നെ വേറെ കെട്ടുന്നവരില്ലേ, പ്രണയം ഉണ്ടാവുമ്പോ കെട്ടുന്നവരില്ലേ, ഭാര്യമാരെ കൊല്ലുന്നവരില്ലേ, കാമുകീനെ കൊല്ലുന്നവരില്ലേ, ഈ ഭർത്താക്കന്മാരെ ചതിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട്. ഞാൻ പുരുഷന്മാരെ മാത്രമായിട്ട് പറയുന്നില്ല, പക്ഷെ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ഉണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും പൂച്ചക്കുഞ്ഞാണോ പുലിക്കുഞ്ഞാണോ എന്നുള്ളത്, പൂച്ചക്കുഞ്ഞാവേണ്ട അടുത്ത് സ്ത്രീകളാവും, പുലി ആവേണ്ട അടുത്ത് സ്ത്രീകളാവും. അതൊക്കെ ഓരോരുടെ വ്യക്തിത്വമാണ്. അതിനൊരിക്കലും ഒരാൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഒരു അഭിപ്രായം അവര് പറഞ്ഞു. എന്റെ അഭിപ്രായം ഞാനും പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ അഭിപ്രായം എന്തും പറയാന്നാണ്. അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത്. മോശമാണെന്നോ അവര് മോശമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. കാരണം അവര് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് ഒരു കോളേജിൽ നിന്ന് രാജിവെച്ച അധ്യാപികയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടുന്ന് ഇറങ്ങി പോകുന്ന ഒരാളാണ് ഈ സംസാരിക്കുന്നത്. അതെ, നല്ല ക്വാളിറ്റിയുള്ള ആളാണ്, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെയാണ് ഓരോ സ്ത്രീയും. അവക്ക് പറ്റാത്തടത്തുനിന്ന് അവൾ ഇറങ്ങി പോരും, പറ്റുന്നിടത്ത് നിൽക്കും. അതിനൊരിക്കലും പൂച്ചയോടും പുലിയോടും ഒന്നും ഉപമിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ ഉപമിക്കണം. പക്ഷെ എല്ലാ സ്ത്രീകളും ഈ പറഞ്ഞ പോലെ അല്ലെന്നാണ് ഞാൻ പറയാനുള്ള, ഈവൻ ഞാൻ പോലും.